മദർ എലീഷയെ വാഴ്ത്തപ്പെട്ട ഗണത്തിലേക്ക് ഉയർത്തുന്ന ചടങ്ങുകളാണിപ്പോൾ വല്ലാർപാടം ബസിലിക്കയിൽ പുരോഗമിക്കുന്നത്. പെനാങ് രൂപതയുടെ മെത്രാനായിട്ടുള്ള കർദിനാൾ ഡോക്ടർ സെബാസ്റ്റ്യൻ ഫ്രാൻസിസിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഈ സമൂഹ ബലിക്കിടെയാണ് മദർ എലീഷയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇപ്പോൾ അഭ്യർത്ഥനയാണ് വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത ഡോക്ടർ സെബാസ്റ്റ്യൻ കളത്തിപ്പറമ്പിൽ നടത്തുന്നത്. The venerable servant of God, Elisha, of the Blessed Virgin Mary. മെത്രാന്മാരുടെ പേരിലും വൈദികരുടെയും വിശ്വാസി സമൂഹത്തിന്റെയും പേരിലും വലിയ താഴ്മയോടെ എലീശാമ്മയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തണം എന്നാണ് അദ്ദേഹം പരിശുദ്ധ സിംഹാസനത്തോട് അഭ്യർത്ഥിച്ചത്. ഇതേ തുടർന്ന് നാമകരണ നടപടികളുടെ വൈസ് പോസ്റ്റുലേറ്ററായിട്ടുള്ള സിസ്റ്റർ ഡോക്ടർ സൂസി കിണറ്റിങ്കൽ എലീശാമ്മയുടെ ബയോഗ്രഫി വായിക്കും. അത് ഈ ചടങ്ങിൽ നാമകരണ നടപടികളുടെ പോസ്റ്റുലേറ്റർ, അതായത് പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ ഫാദർ മാർക്കോ കിയേസയും പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ പ്രാദേശികമായ തലത്തിൽ ഇന്ത്യയിൽ ഈ നാമകരണ നടപടികളുടെ ചുമതല സിസ്റ്റർ സൂസി കിണറ്റിങ്കലിന് ആയിരുന്നു. And the foundress of the Third Order of Discalced Carmelites, TOCD. She played a unique role. അതുപോലെ തന്നെ അതിൻ്റെ മാതൃസഭയായിട്ടുള്ള CMC സഭകളുടെയും മാതൃസഭയായിട്ടുള്ള TOCD ഫോർ വിമൻ, ആ സഭയും എലീശാമ്മയും തമ്മിലുള്ള ബന്ധത്തെ വിവരിക്കുന്ന കൃത്യവും വ്യക്തമായിട്ടുള്ള ഔപചാരികമായ ജീവിതരേഖയാണ് ഇവിടെ ഇപ്പോൾ അവതരിപ്പിക്കുക. ഈ ഔപചാരിക ജീവിതരേഖയാണ് ഇനി മുതൽ പ്രാമാണികമായിട്ടുള്ള രേഖ. മറിച്ചുള്ള നിലപാടുകൾ ഒരുപക്ഷെ ശരിയല്ല എന്ന് വ്യക്തമാക്കുകയാണ് ഈ പാരായണത്തിലൂടെ, അതിൻ്റെ അംഗീകാരത്തിലൂടെ. In the parish of Cruz Milagres at Ochanduruth, in the vicariate of Verapoli, Kerala. In the 19th century context, marked by വൈത്തിൻകരയിലെ ക്രൂസ് മിലാഗ്രീസ് ഇടവകയിൽ ഓച്ചന്തുരുത്തിൽ ഒരു കപ്പിത്താൻ കുടുംബത്തിൽ സമ്പന്നവും അതുപോലെ തന്നെ വലിയ അധികാര ശക്തികളും ഉണ്ടായിരുന്ന ഒരു കപ്പിത്താൻ കുടുംബത്തിൽ മദർ എലീശ ഭൂജാതയായ കാര്യവും അത് 1847 അതുപോലെ തന്നെ കുഞ്ഞുനാളിലെ അവർ പ്രകടിപ്പിച്ച സവിശേഷമായ ചില സിദ്ധികളും അവരുടെ ചില താല്പര്യങ്ങളും ഭക്തിനിഷ്ഠയും ആവക കാര്യങ്ങളിലേക്കും എല്ലാം വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ഈ പാരായണം നടക്കുക. എങ്ങനെയാണ് അന്നത്തെ രീതിയിൽ 16-ാം വയസ്സിൽ അവർ വിവാഹിതരായത് എന്നും അങ്ങനെ 3.5 വർഷം മാത്രം ദീർഘിപ്പിച്ച ആ ദാമ്പത്യത്തിൽ അവർക്ക് അന്ന എന്ന് പറയുന്ന ഒരു മകൾ പിറന്നതും ഭർത്താവ് വിവാഹത്തിൻ്റെ 4-ാം വർഷത്തിൽ തീർത്തും ദുഃഖകരമായ സാഹചര്യങ്ങളിൽ മരണമടഞ്ഞതും വിധവയായി തീർന്നതും പിന്നീടൊരു 10-12 വർഷത്തോളം പ്രാർത്ഥനയിലും വിചിന്തനത്തിലും ധ്യാനത്തിലും മുഴുകിക്കൊണ്ട് എലീശ ജീവിച്ചതും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വ്യതിരിക്തമായ ഉൾവിളി ഉണ്ടായതും അത് തന്നെ ദൈവത്തിനും ദൈവമക്കൾക്കുമായി സമ്പൂർണമായി സമർപ്പിക്കണമെന്നുമുള്ള ഒരു വലിയ ഉൾവിളി ഉണ്ടായതും അത് എങ്ങനെ ആരോട് ചോദിച്ച് അതിന് വ്യക്തത വരുത്തണം എന്ന് അറിയാതെ അവർ വല്ലാതെ വലഞ്ഞതുമായ ഒരു കാലഘട്ടത്തെയും പിന്നീട് ആ വർഷങ്ങൾക്ക് ശേഷം അവർ തൻ്റെ മകളോടൊപ്പം അതുപോലെ തന്നെ തൻ്റെ ജീവിതചര്യയിലേക്ക് ആകർഷിക്കപ്പെട്ട സഹോദരിയോടൊപ്പം, ത്രേസ്യ എന്നാണ് ആ സഹോദരിയുടെ പേര്, അവരോടും ഒപ്പം സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്നതും അവരുടെ ആ കാരിസം അല്ലെങ്കിൽ ആ സിദ്ധിയെ സഭ തിരിച്ചറിഞ്ഞതും അങ്ങനെ അവരെ ഒരു സഭാസമൂഹമായി 1866 ഫെബ്രുവരി 12-ന്
അംഗീകരിച്ച് ആ സഭ സ്ഥാപിതമായതും അങ്ങനെ ആദ്യമായി കേരളത്തിലെ ആദ്യത്തെ സന്യാസിനിയും കേരളത്തിലെ ആദ്യത്തെ സന്യാസിനി അതുപോലെ തന്നെ TOCD സന്യാസ സമൂഹത്തിൻ്റെ ഫൗണ്ടേഴ്സ് സ്ഥാപക എന്നീ നിലയിലും അവരെ അവരോധിച്ചുകൊണ്ട് അന്നത്തെ മെത്രാപ്പൊലീത്ത ഡോക്യുമെന്റും ഇറക്സോണീസ് എന്ന് വെച്ചാൽ ഇറക്ഷൻ ഡോക്യുമെന്റ് തയ്യാറാക്കിയതും ആയിട്ടുള്ള വിശദമായ കാര്യങ്ങൾ ഇവിടെ വിവരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.